നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സർക്കാർ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി വിശ്വാസം ഒന്ന് കൊഴുപ്പിച്ചു വന്നതാണ്. എന്നാൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെ പിടിപ്പുകേടുകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല അയ്യപ്പനെ വെച്ച് നടത്തിയ കച്ചവടം, അതാണ് അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും പറഞ്ഞത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അത് കൊടുത്തു വിടരുതായിരുന്നു, സ്വർണ്ണപ്പാളി കൊടുത്ത് വിടേണ്ട കാര്യമില്ലായിരുന്നു, പിഴവ് പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. വലിയ രാജാവിനെ പോലെ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് വന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ കാരേറ്റ വസതിയിലുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ് നിങ്ങളോടൊന്നും എനിക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയേണ്ടത് കോടതിയിൽ പറഞ്ഞോളാമെന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പഴയ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. ഒരു 10 വർഷം മുമ്പ് ഒരു പോറ്റി അങ്ങ് കർണാടകയിലെ കോറമംഗലത്തിനടുത്ത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ സഹായിയായി ചെല്ലുന്നൊരു കാഴ്ചയുണ്ട്. അവിടെ നിന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് വളർന്ന് വലിയ കോടീശ്വരനാണ്. ഒരുപാട് ധനികന്മാരെ ഒപ്പം നിർത്തി കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെ തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിയുന്ന ഒരു വലിയ വ്യവസായിയായി ഈ ഒരു പോറ്റി മാറിക്കഴിഞ്ഞു. ആ കാഴ്ചയാണ് പോറ്റിയിലൂടെ നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ചില ഫോട്ടോകളൊക്കെ പുറത്തു വരുന്നു. ഒരു സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതൻ്റെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പൊന്നാടി ഇടുന്ന ഫോട്ടോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഇനി ഏതൊക്കെ മന്ത്രിമാരുടെ, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ മുഖം മൂടികൾ പുറത്തേക്ക് വലിച്ചു കീറപ്പെടും എന്ന് നമുക്കറിയില്ല. ഇതൊരു മറ്റൊരു മോൺസൺ മാവുങ്കൽ ടൈപ്പ് ഇതങ്ങ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. എന്നാൽ ഭയപ്പെടുത്തുന്ന പലതുമുണ്ട് ഈ കഥയിൽ. ഇതൊരു കഥ എന്നതിനപ്പുറം ഒരു വലിയ വിശ്വാസമാണ്, ഐതിഹ്യമാണ്. അയ്യപ്പ ഭക്തർ ഒരുപാടുള്ള ഒരു ദേശമാണ് കേരളം. കേരളത്തിൻ്റെ ഒരു നിലനിൽപ്പ് പോലും ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ആ വിശ്വാസം, ആചാരങ്ങൾ, ആ പുണ്യപൂങ്കാവനം, നമ്മുടെയൊക്കെ കൊച്ചുനാൾ മുതൽ നമ്മൾ കേൾക്കുന്നൊരു ഭക്തിസാന്ദ്രമായ ഓർമ്മപ്പെടുത്തലാണത്. ആ ശബരിമലയാണ് ഇതുപോലൊരു കൊള്ളയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശബരിമല അയ്യപ്പന് സ്വർണ്ണ അങ്കി അണിഞ്ഞ വിജയമല്യയുടെ കഥകൾ ഒരിക്കൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വലിയ കൗതുകപൂർവ്വം വായിച്ചിട്ടുണ്ട്. 1998-ൽ 99-ൽ അത് സമർപ്പിക്കുന്നു. അന്ന് ശബരിമല അയ്യപ്പനെ സ്വർണം കൊണ്ട് മൂടിയ വിജയമല്യയുടെ കഥകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 10-30 കിലോ സ്വർണ്ണമാണ് അവിടെ അയ്യപ്പനെ പൊതിയാനും ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണ കവചമൊരുക്കാനും അതിൻ്റെ മേൽക്കൂര അണിയിച്ചൊരുക്കാനുമൊക്കെ വിജയമല്യ ഉപയോഗിച്ചത്. എന്നാൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തി അവിടെ സൂക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത്? ഇത് അടിച്ചു മാറ്റാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ മുൻനിരയിലേക്ക് വരുമ്പോഴാണ് കൃത്യമായ രേഖകൾ സൂക്ഷിക്കാത്തത്. എത്ര കിലോ സ്വർണ്ണമാണ് വിജയമല്യ ശബരിമലയിൽ സമർപ്പിച്ചത്? ഈ സ്വർണം പൂശലിന് വേണ്ടി, സ്വർണ്ണ അങ്കികൾക്ക് വേണ്ടി, സ്വർണ്ണ കവചത്തിന് വേണ്ടി. അതിൻ്റെ കൃത്യമായ റെക്കോർഡ് ഇപ്പോഴും ശബരിമലയുടെ കൈവശമില്ല, ദേവസ്വം ബോർഡിൻ്റെ കൈവശമില്ല. അപ്പോൾ 1998 മുതൽ 2025 വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പരിശോധിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്ത് പറയുമ്പോൾ അത് ഗൗരവത്തോടെ നമ്മൾ കാണണം. ഇത് കേരളത്തിലെ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കേണ്ട ഒരു കേസല്ല, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ഒരു കേസല്ല. ഇത് CBI പോലൊരു ഏജൻസി കടന്നു വന്ന് ഏറ്റവും ശക്തമായ ഒരു അന്വേഷണം നടത്തേണ്ട വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ മേലങ്കി ഊരിയെടുക്കുക, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ മേലങ്കി ഊരിയെടുക്കുക, അത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കൊള്ളയുടെ കഥയല്ലേ? പരസ്യമായി വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുക. നമ്മളിത് കേട്ടിട്ടുണ്ട്. വിദേശങ്ങളിലൊക്കെ ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലുമൊക്കെ വന്ന് ഒരു പ്രദേശം കൊള്ളയടിച്ച് പോകുന്ന വൻ മാഫിയ സംഘങ്ങളുടെ ഒരു കഥ. ഇവിടെ മറ്റൊരു രൂപമാണിത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സാധാ പോറ്റി ശബരിമലയിലേക്ക് ഒരിക്കൽ വന്നിറങ്ങുന്നു. പിന്നീട് പോറ്റി ശബരിമലയുടെ എല്ലാമാകുന്നു. പോറ്റിയെക്കുറിച്ച് ആദ്യമുള്ള കഥകൾ കോറമംഗലിനടുത്ത് ബംഗളൂരിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ സഹായിയായി ചെല്ലുന്ന കാഴ്ചയാണ്. പിന്നീട് 2014 അവിടെ നിന്ന് പുറത്താക്കി. എന്നാൽ ബംഗളൂരുവിൽ നിന്ന് തന്നെ കളികൾ പഠിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയുള്ള ചില ധനികരിൽ നിന്നൊക്കെ കുറച്ച് പണം വാങ്ങി അത് കൊള്ളപ്പലിശയ്ക്ക് പാവപ്പെട്ടവർക്ക് ബ്ലേഡ് നടത്തി അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ചില പെറ്റി കേസുകളൊക്കെ ഉണ്ടാകുന്നു. ഒരു സുപ്രഭാതത്തിൽ പോറ്റി നേരെ ശബരിമലയിലെത്തുന്നു. അപ്പോഴാണ് സാക്ഷാൽ അയ്യപ്പൻ്റെ ദേഹത്തുള്ള ഈ സ്വർണ്ണ അങ്കിയും ദ്വാരപാലക ശില്പങ്ങളെ അണിയിച്ചിരിക്കുന്ന ഈ സ്വർണ്ണ കവചങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നത്. അത് അടിച്ചെടുക്കാനുള്ള ബുദ്ധി, അതാണ് സമ്മതിക്കേണ്ടത്.
അപ്പോൾ പിന്നീട് വളരെ തന്ത്രപരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ 2016 കാലഘട്ടത്തിലാണ് ശബരിമലയിലെത്തുന്നത്. പിന്നീട് ഈ ഭക്തരുടെ ഒരു വിശ്വാസം നേടിയെടുക്കുന്നു. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ദേവസ്വം ബോർഡിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. 2019 ഈ ബുദ്ധിയൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ അങ്കി ഊരിയെടുക്കുന്നു. ഇതിളക്കിയെടുത്ത് നേരെ ചെന്നൈയിലെ ഒരു കമ്പനിയിൽ കൊടുത്ത് ഇത് സ്വർണം ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ പൂശണമെന്നതാണ് കരാറ്. അതിനുവേണ്ടി പ്രയോഗിച്ച ബുദ്ധി അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കണം. ശബരിമലയിലെ വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണ അങ്കി എങ്ങനെയാണ് രേഖകളിൽ ചെമ്പായി മാറിയത്? 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തങ്ക അങ്കി കൈമാറുമ്പോൾ ഇത് ചെമ്പ് തകിടായി മാറി രേഖകളിൽ. അപ്പോൾ ഈ ചെമ്പ് തകിട് സ്വർണം പൂശാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. ചെമ്പ് തകിട് മൂരി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്കാണ് പോകുന്നത്. നേരെ പോയത് ബംഗളൂരുവിലേക്ക്. അവിടെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ശബരിമലയിലെ ഈ സ്വർണ്ണ കവചം കാട്ടുന്നു. അവിടെ വിനീത് ജെയിൻ എന്നൊക്കെ പറഞ്ഞൊരു വിവാദ വ്യവസായമുണ്ട്, അയാളുടെ കയ്യിൽ ഇത് കൊടുക്കുന്നു. അപ്പോൾ അയാൾ ഇത് വാങ്ങുന്നു. എന്തിനാണ് അത്തരമൊരു നാടകം ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നതിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. അവിടെയുള്ള ധനികരിലൊക്കെ ഒരു വിശ്വാസം വളർത്തുക, താൻ ശബരിമലയുമായി ഇത്രയധികം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ബംഗളൂരുവിനെ ബോധ്യപ്പെടുത്തുക. ആ ബോധ്യപ്പെടുത്തൽ അയാൾക്ക് വലിയ പണപ്പിരിവിനുള്ള സ്കോപ്പ് ഉണ്ടാക്കും. ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവചം ഊരിയെടുത്ത് ബംഗളൂരുവിൽ കൊണ്ടുപോവുകയും 39 ദിവസങ്ങൾ കഴിഞ്ഞ് ചെന്നൈയിലേക്ക് സ്വർണ്ണം പൂശാനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവിടുന്ന് ആകെ 3 ദിവസം മതി. ചെന്നൈ പോയി 3 ദിവസമൊന്നും വേണ്ട, 2 ദിവസം മതി കൊണ്ടുപോയി കമ്പനിയിൽ ഏൽപ്പിക്കാൻ. പക്ഷേ 39 ദിവസം എടുത്തു. ഇതിനിടയിൽ ഹൈദരാബാദിൽ നിന്ന് ചെമ്പിൽ പ്രത്യേക സ്വർണ്ണ കവചങ്ങൾ തയ്യാറാക്കിയത് ബംഗളൂരുവിൽ എത്തിച്ചുവെന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടു. ഈ സ്വർണ്ണ കവചം അങ്ങനെയെങ്കിൽ ബംഗളൂരുവിൽ വെച്ച് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കാം. പിന്നീട് വ്യാജമായി തയ്യാറാക്കിയ ആ കവചം നേരെ ചെന്നൈയിലെത്തിച്ച് സ്വർണം പൂശി തിരികെ ശബരിമലയിൽ കൊണ്ടുവരുന്നു. പക്ഷെ 4 കിലോ കുറവ്. അപ്പോൾ ആ മേക്കിങ്ങിൽ ചില അപാകതകളുണ്ട്. ഒന്നുകിൽ ഒറിജിനൽ സ്വർണത്തിൽ നിന്ന് സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്ത് ബാക്കിയുള്ള ചെമ്പ് നേരെ ഹൈദരാബാദിലൊക്കെ കൊടുത്ത് മൂടി പിടിപ്പിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എവിടെയോ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഈ സ്വർണം പൂശിയതെങ്ങനെയാണ്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ടല്ല, വലിയ ധനികരിൽ നിന്ന് കൂട്ടപ്പിരിവ് നടത്തി, സ്പോൺസർ എന്ന പേരിൽ. അപ്പോൾ സ്പോൺസേഴ്സ് ഒരുപാട് പേരെ കണ്ടുപിടിച്ച് സ്വർണം ശബരിമല ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാൻ കോടാനുകൂടി ചോദിച്ചാൽ ധനികർ കൊടുക്കും. കാരണം അത്രയേറെ പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ്. ഇതൊരു സാധു പോറ്റിയല്ലേ, വിശ്വസിച്ച് കൊടുത്തു. എന്ന് മാത്രമല്ല, ശബരിമലയിലെ ദേവസ്വം ബോർഡും ശബരിമല ക്ഷേത്രം അധികാരികളും കേരള സർക്കാരുമൊക്കെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ച ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നെ കൊടുക്കുന്നതിൽ വല്ലതും മടിക്കണോ? അവരിൽ നിന്നെല്ലാം ആവശ്യത്തിന് പിരിവെടുത്തു. വിദേശങ്ങളിൽ പോയൊക്കെ പിരിവെടുത്തു എന്നാണ് കേട്ടത്. നേരെ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നു. ദ്വാരപാലക ശില്പങ്ങൾ ഇത് അണിഞ്ഞപ്പോൾ തൂക്കത്തിൽ കുറവ്. അപ്പോൾ ആ വിവാദം പരിഹരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത നമ്പർ, ശരി 2 പീഠം കൂടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാം സ്പോൺസർഷിപ്പിൽ. അങ്ങനെ പിന്നെ പീഠത്തിൻ്റെ പേരിൽ ഊടുപാട് പിരിവ്. ആ പീഠമായിട്ട് ചെന്നപ്പോൾ പീഠത്തിന് സൈസ് ശരിയാകുന്നില്ല എന്നൊരു തർക്കം. ഇതിനെ തുടർന്ന് പീഠം തിരിച്ചെടുത്ത് വാസുദേവൻ എന്ന് പറഞ്ഞ് പീഠം ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് അതേ പീഠം കണ്ടില്ല എന്ന് വിളിച്ചുകൂവി ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത കാലത്ത് രംഗത്തെത്തി. അതിന് പിന്നിൽ ഈ PS പ്രശാന്ത് ഒന്നും പിന്നീട് അടുപ്പിച്ചില്ലെന്നാണ് കേട്ടെ. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വലിയ ആത്മബന്ധം തോന്നുന്നില്ല. അപ്പോൾ ഒന്ന് കലി തീർത്ത ഈ ഭരണസമിതിയെ വിട്ടിലാക്കാൻ. പീഠം കണ്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉത്തരം പറയണമല്ലോ, പ്രസിഡന്റ് ഉത്തരം പറയണമല്ലോ. അങ്ങനെ അടിമുടി വിവാദത്തിലാക്കാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ കുതന്ത്രം പാളി. കാരണം അയ്യപ്പൻ പിടിച്ചു. നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പീഠം വിജിലൻസ് കണ്ടുപിടിച്ചു. അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നമ്മൾ അംഗീകരിക്കണം, അഭിനന്ദിക്കണം, അത്തരമൊരു നീക്കം നടത്തിയതിന്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. 2019 ഈ പീഠം ശബരിമലയ്ക്ക് സ്വർണ്ണാങ്കി ശബരിമലയ്ക്ക് കൊടുക്കുന്നു. 2020 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ശബരിമലയിൽ പറയുന്നു. ഇത് ഒന്നുകൂടി ഇളക്കിയെടുത്ത് ചെന്നൈ കൊണ്ടുപോയി ഒന്നുകൂടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുണ്ടെന്ന്. പക്ഷെ അന്ന് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് അത് നടന്നില്ല. അതിൻ്റെ രേഖകൾ ഇപ്പോഴും ഉണ്ട്. 2021 പിന്നെയും പോറ്റി അവിടെ ചെന്നു, ഒന്നുകൂടി ഊരിയെടുക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ചിലപ്പോൾ കുറച്ച് സ്വർണ്ണമൊക്കെ ചുരുട്ടിയെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഊടുപാട് സ്പോൺസർഷിപ്പ് പിരിവിൽ കുറേയേറെ പിരിവ് നടത്തി പണം തട്ടിക്കാനായിരിക്കാം. എന്തായാലും വലിയ ദുരൂഹതകളാണ്.
PS പ്രശാന്ത് പറയുന്ന ചില സൂചനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ പിന്തുണയുണ്ട്. G. സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 2019 വരെ ഞാനായിരുന്നു കേരളത്തിലെ ദേവസ്വം മന്ത്രി. പക്ഷേ 2019 ശേഷം കടന്നപ്പള്ളിയാക്കി, പിന്നീട് കൊള്ള നടന്നു. ഒരു രാഷ്ട്രീയ ഉപരിമണ്ഡലത്തിൻ്റെ സംരക്ഷണയിലാണ് അയ്യപ്പനെ പോലുള്ള വിശ്വാസങ്ങൾ ശബരിമലയിൽ ഭദ്രമായിരിക്കുന്നത്. ഇല്ലെങ്കിൽ അയ്യപ്പനെ പോലും അടിച്ചുകൊണ്ട് പോകുന്നതാണ് G. സുധാകരൻ പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് ഇത്ര വലിയ കൊള്ള നടന്നിരിക്കുന്നത്, അത് പുറത്തേക്ക് വരാതിരിക്കാൻ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ദേവസ്വം ബോർഡിന്റെ മനസ്സറിവില്ലാതെ ഇത്തരം തട്ടിപ്പുകളൊന്നും നടക്കത്തില്ല. കാരണം ദേവസ്വം ബോർഡിന് വലിയ ഹോൾഡുണ്ട്. ദേവസ്വം ബോർഡ് നേരിട്ട് ഭരിക്കുന്ന ശബരിമലയിൽ നിന്ന് ഒരു സ്വർണ്ണ കവചമൊക്കെ ഇളക്കിക്കൊണ്ടു പോകാനൊരു വെറുതെക്കാരം വന്ന് നടക്കും. അപ്പോൾ വലിയ ഉന്നതർ ഇതിൻ്റെ പിന്നിലുണ്ട്. രാഷ്ട്രീയ നേതാക്കളും ദേവസ്വം ഭരണസമിതിയിലെ അംഗങ്ങളും ഒക്കെ ഇതിൻ്റെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട്. കാരണം ഇത് നിസ്സാര കളിയല്ല. ഒരു 3-4 കിലോ സ്വർണ്ണം അടിച്ചെടുത്ത എത്ര കോടി രൂപയാണ്. പിന്നെ ഈ സ്പോൺസർഷിപ്പ് പിരിവ്, ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിശ്വാസം ആർജിക്കാൻ എത്ര നടപടികൾ ചെയ്തു. അവിടുത്തെ പടിപൂജ, അഷ്ടമംഗലി പൂജ, അങ്ങനെ പല ആചാരാനുഷ്ഠാനങ്ങൾ ശബരിമലയിൽ ആവിഷ്കരിച്ചു. അതിനുവേണ്ട സ്പോൺസർഷിപ്പ് തുക പിരിക്കാൻ ഇയാളെ ഏൽപ്പിച്ചു. അന്നദാന പൂജ പോലും ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഏറ്റെടുക്കുന്നു. 6 ലക്ഷം രൂപ ശബരിമലയിൽ അടയ്ക്കുക, ബാക്കിയൊക്കെ നാട്ടുകാരിൽ നിന്ന് പിരിക്കുക. അപ്പോൾ ഇങ്ങനെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനുള്ള ഒരു മാർഗമാക്കി ശബരിമലയെ കണ്ടു. ഇത് വളരെ നിസ്സംഗതയോടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഏതോ ഒരു അമ്പലത്തിലെ ചെറുതെ കാണിക്കവഞ്ചി അടിച്ചുകൊണ്ട് പോയൊരു മട്ടിലാണ്. പക്ഷേ ശബരിമല പോലുള്ള കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം വിശ്വാസം അർപ്പിക്കുന്ന ഒരു സന്നിധാനത്ത് നിന്ന് സ്വർണം പോയി എങ്കിൽ അത് നിസ്സാരമാണോ? കേരളം മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഇവിടെ നിന്നെല്ലാം എത്ര വിശ്വാസികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും കൂളായി നടക്കുന്നുവെങ്കിൽ അയാൾക്ക് പിന്നിൽ വൻ തോക്കുകളുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ബോസ് ഉണ്ട്, അയാളെ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതിയിൽ പോലും കൃത്യമായി ശബരിമലയുമായി ബന്ധപ്പെട്ട കണക്ക് കൊടുക്കാൻ ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. എന്നാൽ അത് വലിയ വിമർശനമായി വരുമ്പോൾ തൊട്ടു പിന്നാലെ ദേവസ്വം പ്രസിഡന്റ് വന്ന് പറയുകയാണ് കൃത്യമായ കണക്കുണ്ട് എന്ന്, ഇന്ന കണക്കുകളും പറയുന്നു. എന്തുകൊണ്ട് കോടതിയെ ഇത് ബോധിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല? അല്ല, കോടതിയിൽ ഉദ്യോഗസ്ഥർ കൊടുത്തതിൽ ചില പൊരുത്തക്കേടുകൾ സംഭവിച്ചെന്നൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. കണക്കും തുപ്പിയൊന്നുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കോടതി എടുത്തിട്ട് ഇവരെ എയറിലാക്കുന്നത്. കുറേ ചാക്കി കെട്ടി സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ സ്ട്രോങ് റൂമിലിട്ടിരിക്കുന്നു. അതിനൊന്നും കൃത്യമായ രേഖകൾ പോലുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആരും പറയാത്തൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 2018 വിശ്വാസ സമരം ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് 2019 ഈ സ്വർണ്ണ മോഷണം നടന്നിരിക്കുന്നത്. പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം 2021 തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദത്തിലൂടെ ഇടയ്ക്ക് കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ അതിൽ തന്നെ നിന്നേനെ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടി 10 മാസമേ ഉള്ളൂ. ഈ 10 മാസത്തിന് തൊട്ട് മുൻപ് മറ്റൊരു സ്വർണ്ണക്കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അതും ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനിടയിൽ ആഗോള അയ്യപ്പ സംഗമം. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തോ ഒരു വിശ്വാസപരമായൊരു ബന്ധമുണ്ട്. ശബരിമല അയ്യപ്പന് ചിലതൊക്കെ തൻ്റെ ഭക്ത സമൂഹത്തോട് വെളിപ്പെടുത്താനുണ്ട്. അതിൻ്റെ കൃത്യമായ സൂചനയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇത്രയും വലിയ, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്നല്ല ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ വിദേശത്ത് ഉൾപ്പെടെ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും നടന്നിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അല്ല, ദേവസ്വം മന്ത്രി ആരും പ്രതികരിക്കുന്നില്ലല്ലോ. ഇത് കംപ്ലീറ്റ് ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ തലയും ചോർന്നിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ പമ്പ നദീതീരത്തേക്ക് ചെല്ലുന്ന പുണ്യപൂങ്കാവനത്തിലേക്ക് കടക്കുന്നു. അതൊന്നും ആചാരം നോക്കിയിട്ടൊന്നുമല്ല, കംപ്ലീറ്റ് അയ്യപ്പ ഭക്തരെ പിടികൂടാനാണ് വോട്ട്. ഇക്കുറി അടപടലം വെട്ടിലായി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ വേര് മാന്തി സത്യം പുറത്തെത്തിച്ചില്ല എങ്കിൽ കേരളത്തിലെ വിശ്വാസ സമൂഹം വെറുതെ ഇരിക്കില്ല. അവർക്ക് അവരുടെ മനസ്സ് മുറിവേറ്റ് നിൽക്കുകയാണ്. കാരണം അവരോട് നേരിട്ട് അയ്യപ്പ സംവദിക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിയത്? ഇത് മോഷ്ടിച്ചു എന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചു പറയുന്ന പീഠം കാണുന്നില്ലെന്ന്. താൻ കുഴിച്ച കുഴിയിൽ അയാൾ വീണുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പറയാനുണ്ടായ സാഹചര്യം ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെയാണ് പോറ്റി ഇത് പറഞ്ഞത്. അപ്പോൾ പോറ്റി ഇത് പറഞ്ഞത് BJPയുടെ സമ്മർദ്ദത്തിലാണെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ ശത്രുക്കളെല്ലാം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുവെന്ന്. പക്ഷേ ഈ പീഠം കാണുന്നില്ല എങ്കിൽ
2019 പീഠം കൊടുക്കാം എന്ന് ഏറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പീഠവുമായി വന്ന് അതിൻ്റെ അളവ് വ്യത്യാസത്തിൽ നന്നാക്കാൻ കൊണ്ടുപോയി. കഴിഞ്ഞ 6 വർഷം ഈ പീഠം എവിടെ വെച്ചിരിക്കുകയാണ് എന്ന് പോലും അന്വേഷിക്കാനുള്ള സാമാന്യ ബോധം ഈ ദേവസ്വം ബോർഡിനില്ലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ NSSും SNDPയും എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായും പിന്തുണച്ചു. അത് കഴിഞ്ഞ് സുകുമാരൻ നായർ ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഈ സർക്കാർ വിശ്വാസത്തെ പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന്. ഇതാണോ അവർ വിശ്വാസത്തെ പൂർണ്ണമായി സംരക്ഷിക്കുമെന്ന് പറയുന്നത്? അല്ലെ, SNDPക്ക് NSSനൊക്കെ അവരുടെ കച്ചവടം. അതിലപ്പുറത്ത് ശബരിമലയിൽ എന്ത് കൊള്ള നടത്തിയാലും അവരൊന്നും അതിനകത്ത് അത്ര കണ്ട് ഇടപെടുമെന്ന് തോന്നുന്നില്ല. കാരണം ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്ന വിഷയത്തിൽ എന്തുകൊണ്ട് സുകുമാരൻ നായർ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നില്ല? വിശ്വാസ സമൂഹമാണ് അവരുടെ ഏറ്റവും വലിയ വിഷയമെങ്കിൽ ഇത് വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രഹരമല്ലേ? ശബരിമല അയ്യപ്പൻ്റെ ഉടയാടകൾ തന്നെ നഷ്ടപ്പെടുന്നത്, ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ നഷ്ടപ്പെടുന്നത്, അതിൽ സ്വർണം ചുരണ്ടിക്കൊണ്ട് അടിച്ചുകൊണ്ട് പോകുന്നത്, ഇനി എന്തെല്ലാം പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇപ്പോൾ ഈ ദേവസ്വം വകുപ്പിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്രത്തോളം വലിയ ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായിട്ടും അതിൽ പോലും കൃത്യമായ ഒരു ചോദ്യങ്ങൾ, സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന എന്തെങ്കിലും 2 വാക്ക് ചോദിക്കാൻ പോലും പ്രതിപക്ഷത്തിന് കഴിവില്ലാതെ പോകുന്നത്. പ്രതിപക്ഷ നിസ്സംഗര ഒന്നും മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷത്തെ എന്തൊക്കെ ഇടയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ചീത്ത പറയുന്നതല്ലാതെ ഇത്ര വലിയൊരു വിഷയമുണ്ടായിട്ട് അതിനെതിരെ ഏത് തലത്തിലാണ് അവർ പ്രതികരിക്കുന്നത്? എന്ത് സമരമാണ് അവർക്കുള്ളത്? വല്ലാത്തൊരു കഷ്ടം തോന്നും കേരളത്തിൻ്റെ സ്ഥിതി കാണുമ്പോൾ. പ്രതിപക്ഷത്തെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. ഇനിയിപ്പോൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ സർക്കാർ തന്നെ വിചാരിക്കണം. കാരണം ഗതികേട് കൊണ്ട് അവർ ഈ അന്വേഷണം നടത്തി ഇതിൻ്റെ യാഥാർത്ഥ്യം വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിലേക്ക് തന്നെ വരും. ഈ വിഷയം ഇനിയിപ്പോൾ പൂർണ്ണമായി പുറത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു തടസ്സമുള്ളത്, പലരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അതായത് ഉന്നതർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ബന്ധമുണ്ട്, രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ട്, പോലീസിലെ ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അത്തരത്തിലൊക്കെ ഉള്ളപ്പോൾ ഇയാൾക്കെതിരെ എങ്ങനെയാണ് ഒരു അന്വേഷണം അത് ശക്തമായി നടക്കുക, സത്യസന്ധമായി നടക്കുക? അതെ, ഇപ്പം ഈ ബഹളമൊക്കെ കാണും. നമ്മൾ ഇനി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അങ്ങ് അവസാനിക്കും. നമ്മൾ കണ്ടു മോൻസൺ മാവുങ്കലിനെ അന്ന് പിടികൂടിയപ്പോൾ എന്തെല്ലാം വിവാദങ്ങൾ ഉയർന്നു വന്നു, എത്ര ഉന്നതരുമായുള്ള ബന്ധം പുറത്തു വന്നു. പിന്നീടൊന്നും കേട്ടില്ലല്ലോ. മാവുങ്കൽ ജയിലിലായി, അതോടുകൂടി ആ കഥ അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം രാജാവായി നിൽക്കും. തന്നെ ഇതുവരെ ഇതിൻ്റെ ഭാഗമായി നിന്ന് ഇതിൻ്റെ വീതം പറ്റിയവരൊക്കെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എവിടെയെങ്കിലും വെച്ച് പോറ്റിയെ വീഴ്ത്തും, പിന്നെ പോറ്റിയെ അങ്ങ് ജയിലിലിട്ടു കുഴിച്ചു മൂടും. അതോടുകൂടി ആ കഥയും തീരും. നമ്മൾ ഇവിടെ മോൺസൺ വിഷയമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ഓർക്കണം, മോൺസൺ മാവുങ്കൽ കൊടുത്തത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് പട്ടും വളയും ഒക്കെ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ, മൈസൂർ രാജാവിൻ്റെ കിരീടം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പായിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇത് അയ്യപ്പൻ്റെ സമ്പത്ത്, അയ്യപ്പന് കാണിക്കയായി കിട്ടുന്ന വസ്തുക്കൾ ഒറിജിനൽ കൊണ്ടുപോയി കാണിച്ചിട്ടാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത്. അവിടെ ഒറിജിനൽ കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോകും. ഇനി ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ സാക്ഷാൽ അയ്യപ്പനെ തന്നെ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം. അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇത് CBI പോലൊരു ഏജൻസി അന്വേഷിക്കണം. കാരണം ശബരിമലയിൽ കണ്ടത് ഒരുപക്ഷെ കേരളം നടുക്കുന്ന ഏറ്റവും വലിയ കൊള്ള തന്നെയായിരിക്കാം. അതിൻ്റെ യഥാർത്ഥ കഥകൾ പുറത്തു വരുമോ അത് മാത്രമേ ഉള്ളൂ നമുക്ക് സംശയം. കാരണം യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ വളരെ ആർജവത്തോടെയുള്ള ഒരു അന്വേഷണം ഇതിൽ വേണം. വളരെ ഗൗരവത്തോടെ ഈ വിഷയം സർക്കാർ സമീപിക്കണം. അതിന് ആർജവമുണ്ടോ? കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്. അപ്പോൾ തങ്ങളുടെ കാലത്ത് നടന്ന ഈ കൊള്ള, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരാൻ ഇവർ തന്നെ അനുവദിക്കുമോ? അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവസാനമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ വീണ്ടും BJPക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ ഈ പിണറായി സർക്കാരിനെ കൊടുക്കുന്ന ഒരു അന്വേഷണത്തിന് തയ്യാറാകും? അല്ല, കുറച്ചു കാലമായി BJP ഒരു തന്ത്രപരമായ ഒരു ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല. BJP ആക്രമിച്ച് കളിക്കുന്നില്ല. ഇവിടെ ഈ ശബരിമല വിഷയത്തിൽ BJP എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിസ്സംഗത സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ BJP പാളയത്തിലെത്തിക്കാൻ CPM ആവത് ശ്രമിക്കുന്നുണ്ട്. തുടരെ പ്രസ്താവനകൾ വരുന്നുണ്ട്. എന്നാൽ അതിനെപ്പോലും BJP നേതാക്കൾ നിഷേധിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം മുരളീധരൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. പക്ഷേ അതിലപ്പുറം BJP നേതൃത്വം എന്തുകൊണ്ടിത് ഗൗരവത്തോടെ കാണുന്നില്ല എന്ന ചോദ്യം ശ്രദ്ധേയമാണ്.
എന്തായാലും ഇനി എന്തോ ഒരു ഭാഗ്യത്തിന് അയ്യപ്പന് എന്തായാലും വേറെ എവിടെയും പോയില്ല, എവിടെയും ആരും കൊണ്ട് വിൽക്കാൻ ശ്രമിച്ചില്ല. ഇതിങ്ങനെ പുറത്തറിയാതെ പോയിരുന്നെങ്കിൽ അത് തന്നെ സംഭവിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്തായാലും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് കൃത്യമായി ചർച്ചയാക്കുന്നില്ല. പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി പല കോണിൽ നിന്നുമാണ് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സത്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ അയ്യപ്പൻ തന്നെ വിളിച്ചു പറയട്ടെ. ആരും എനിക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാൻ തയ്യാറാകുന്നില്ല എന്ന് തോന്നിയ ഘട്ടത്തിലായിരിക്കാം അയ്യപ്പൻ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.